ഇന്ന് ചെയ്ത് കാണിക്കുന്ന ഒരു പഴയകാല റെസിപ്പിയാണ് മീൻ മുട്ട പരിഞ്ഞിയിൽ വെച്ചുള്ളൊരു അടയാണ് പരിഞ്ഞിയിൽ ഇലയട. ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ടല്ലോ വേറൊരു രീതിയിൽ. അപ്പോൾ അതിൽ ചില പരിഞ്ഞിയിലൊക്കെ പൊട്ടി പൊട്ടി വെളിയിലോട്ട് തെറിക്കും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈസിയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയുടെ പരിഞ്ഞിയിലാണ്. നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് വെള്ളം മൊത്തം പോയതിന് ശേഷം വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒട്ടിയിരിക്കുന്ന കറുപ്പ് പാട പോലുള്ള സാധനം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കണം, ഇല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഇതാ ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം. ഇത് ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ട്. ഇനി ഇതിലോട്ട് തിരുമിയ തേങ്ങ ചേർക്കാം. 3/4 കപ്പോളം ചേർക്കണം. 1 കപ്പായാലും കുഴപ്പമില്ല. ഇനി ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രം സവാള ചേർക്കുക, അത് ഒരു 3/4 കപ്പോളം ചേർക്കാം. അരയോ 3/4 ചേർക്കാം. സവാളയായാലും ചെറുള്ളിയായാലും പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിരിക്കണം. ചോപ്പർ ഉപയോഗിക്കാമെങ്കിൽ ഈസി ആയിരിക്കും. ഇനി ഇതിലോട്ട് ഒരു 3/4 സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇനി കറിവേപ്പില എടുക്കുമ്പോൾ ഉണങ്ങിയതൊന്നും എടുക്കല്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കുക, പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അതും അരിഞ്ഞിരിക്കണം. പച്ചമുളക് വലിയ പീസാണെങ്കിൽ അട കഴിക്കുന്ന സമയത്ത് നമ്മളതെല്ലാം നുള്ളിപ്പെറുക്കി എടുത്ത് മാറ്റും. അപ്പോൾ മാറ്റരുത്, അത് ചേർത്ത് കഴിക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. കൂടുതൽ സ്പൈസി ആക്കാനും അടയിൽ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചുമന്ന് കാണാനായിട്ടൊരു ഭംഗി കൂടിയാണ് വറ്റൽമുളക് ചേർക്കുമ്പോൾ. ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലോട്ട് 1 സ്പൂണോ 3/4 സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുരുമുളക് പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കുക. 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന മത്തിയുടെ പരിഞ്ഞിയിലാണ്. ഇതിൽ വെള്ള പരിഞ്ഞിയിലാണ് കൂടുതലായിട്ടുള്ളത്. മഞ്ഞ കൂടുതലെങ്കിൽ ഈ ഒരു അടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതാ വാഴയില എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള വാഴയിലയാണ്, വാട്ടിയിട്ടൊന്നുമില്ല. ഇത് 1 മാസത്തോളമായി ഫ്രീസറിൽ സൂക്ഷിച്ചാണ്, അതാണ് ഈ ഒരു കളറൊക്കെ. വെളിച്ചെണ്ണ ഇതിൽ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അട പൊട്ടാതെ തന്നെ കിട്ടും. പിന്നെ ഈ വെളിച്ചെണ്ണയും വാഴയിലയും ഒക്കെ ചേർന്ന് വരുന്ന ഒരു സ്മെല്ലൂടെ അടയിൽ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ എടുത്ത മിക്സ് 2 അടയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം ഇലയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരേ ഘനത്തിലൊന്ന് നിരത്തി കൊടുക്കാം. ഒരേ ലെവലിലൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ആ സൈഡൊക്കെ ഒരു 2 ഇഞ്ച് വിട്ട് വേണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് മടക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റോ അടപ്പ് പാത്രത്തിലോട്ടോ ഇതുപോലെ എടുക്കാമെങ്കിൽ തവയിലോട്ട് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തവയിലോട്ട് മാറ്റി ഇത് ഇങ്ങനെയല്ല ചുട്ടെടുക്കുന്നത്. ഇതിന്ന് സെറ്റായി കിട്ടണം, അട പോലെ കിട്ടണം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു വെയിറ്റ് വയ്ക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോൺകേവായിട്ടുള്ളൊരു തവയാണ്. അപ്പോൾ അടിവശം കോൺകേവായിട്ടുള്ളൊരു പാത്രം വയ്ക്കണം. ചട്ടിയാണ് ഏറ്റവും നല്ലത്. ചട്ടിയുടെ വെയിറ്റ് കറക്റ്റാണ്. വെയിറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലയ്ക്കകത്തുനിന്ന് ആ പരിഞ്ഞിലെല്ലാം വെളിയിലോട്ട് ചാടി വരും. തീരെ കുറച്ചിടരുത്. ഒരു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിന് ഇടയ്ക്കായിട്ട് വെക്കണം. തീരെ കുറച്ചിട്ട് കഴിയുമ്പോൾ പരിഞ്ഞിനകത്തുനിന്ന് വെള്ളം വെളിയിലോട്ട് വരുവേ. അപ്പോൾ അതിന് അനുവദിക്കരുത്. ആദ്യമേ വേകാനായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 6-7 മിനിറ്റ് എങ്കിലും എടുക്കും. നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു നല്ലവണ്ണം സെറ്റായി കുറച്ച് ഡ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം അധിക സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റ് മാത്രം മതിയാകും. ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കരുത്. ഒന്ന് സെറ്റായി ഒന്ന് വെന്ത് മാത്രം മതി, അതാണ് ടേസ്റ്റ്. ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതായത് അതിൽ വെള്ളപ്പരിഞ്ഞിൽ കൂടുതലുള്ളത് കാരണം അത് ഹാർഡാവും കൂടുതലായിട്ട് കുക്ക് ചെയ്താൽ, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പം നിങ്ങൾ ദോശക്കല്ലിൽ അട ചുട്ടെടുക്കുന്നെങ്കിൽ ചട്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ അടിവശം പരന്ന ഒരു സ്റ്റീൽ പാത്രം മുകളിൽ വയ്ക്കുക.
സ്റ്റീൽ പാത്രത്തിൻ്റെ വെയിറ്റ് പോരെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കരുത്. അതിന് പകരമായിട്ട് ഇടിക്കല്ലുണ്ടല്ലോ, ഇടിക്കല്ലോ അതുപോലുള്ള എന്തെങ്കിലും സാധനം സ്റ്റീൽ പാത്രത്തിനകത്ത് വെക്കുക. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ ഇല ചൂടായി പാത്രത്തിൻ്റെ അടിവശം ചൂടായി കഴിയുമ്പോഴത്തേന് ആവി തട്ടിയിട്ട് ഇങ്ങനെ നനവുണ്ടാകും നല്ലവണ്ണം. അട പരത്തുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത് കാരണം നമ്മൾ വെയിറ്റ് വെക്കുന്ന സമയത്ത് വെളിയിലോട്ട് ശകലം ഒരു തള്ളലുണ്ടാവും. പക്ഷേ പരിഞ്ഞിലൊന്നും തവയിലോട്ട് വീഴില്ല. അതായത് 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി, ഓവറായിട്ടിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് പൊട്ടാതെയൊക്കെ ഒരേ കനത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് ഈ ചുട്ടെടുക്കുന്ന സമയത്ത്. ഇനി പരിഞ്ഞിൽ കിട്ടുന്ന സമയത്ത് ആറ്റുമീൻ്റെ ആയാലും ശരി, കടൽമീൻ്റെ ആയാലും ശരി, ചെറിയ മീനുകളുടെ പരിഞ്ഞിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. എന്ന് പറഞ്ഞാൽ വലിയ മുട്ട പോലെ കിട്ടത്തില്ലേ, അതല്ല, ചെറിയ മീനിൻ്റെ പരിഞ്ഞിലുകൾ, അതായത് ചെറിയ പരിഞ്ഞിലുകളാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 2 അടയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിട്ടാൽ മാത്രമേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.